ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ ഇൻഫർമേഷൻ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, നമ്മൾ പല ബാങ്കുകളിലും ഇപ്പോൾ യൂസ്ഡ് കാർ ലോൺ, പേഴ്സണൽ ലോൺ, പിന്നെ ഹോം ലോൺ, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി ഇതെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരോട് നമ്മൾ അല്ലെങ്കിൽ നമ്മളോട് ഇവർ കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. സിബിൽ 700 വേണം, സാലറി 15 രൂപ വേണം, വേറെ ഒന്നും പറയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മാത്രം മതി, വേറെ ഒന്നും നോക്കില്ല എന്ന് വിചാരിക്കും. പക്ഷെ അത് ബലമോ അത് റിജക്ഷൻ ആയിരിക്കും. കാരണം ബാങ്കിന്റെ നമ്മളിപ്പോ എന്താ പറയുന്നത്, അവരുടെ പിന്നെ എലിജിബിലിറ്റി നോക്കും, വേറെ ലോൺസിന്റെ EMI നോക്കും. EMI ഏതെങ്കിലും ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ ബൗൺസ്, ഒന്ന് രണ്ട് ബൗൺസ് വന്നിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ നോക്കിയാണ് നമ്മളുടെ എലിജിബിലിറ്റി അവർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒരു ബാങ്ക് പോലും അവരുടെ എലിജിബിലിറ്റി ഫുൾ ആയിട്ട് നിങ്ങളോട് പറയില്ല. പറഞ്ഞാൽ നമുക്ക് കിട്ടില്ലെന്ന് അറിയാം, അവർക്കും അറിയാം. അപ്പൊ 100-ലൊരു പിന്നെ 10 പേർക്ക് അപ്രൂവൽ ആകും. Okay, അതാണ് സത്യാവസ്ഥ. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു കിടിലം NBFC-യുടെ പിന്നെ എന്താ പറയുക ഇൻഫർമേഷൻ ചെയ്തിരുന്നു. അവർ പറയുന്നത് അവരുടെ സിബില് 350-ന് മുകളിൽ സിബിൽ മതി എന്നാണ് പറയുന്നത്. 300 മതി എന്നാണ് പറയുന്നത്. ഞാൻ 50 മാറ്റി ഇട്ടിട്ടുണ്ട്, 50 കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ അവരുടെ സൈറ്റിൽ അവരുടെ ഇൻഫർമേഷൻ കാണിക്കുന്നതാണ് ഇത് കാണുന്നത്. ഏജ് 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ലോൺ കാണും, മീൻസ് അവർക്ക് ചെയ്യാം. ക്രെഡിറ്റ് സ്കോർ 300+ മതി എന്നാണ് പറയുന്നത്. ദ ആപ്ലിക്കൻ മസ്റ്റ് ബി ആൻ ഇന്ത്യൻ സിറ്റി, അത് നോർമലി ഉള്ളതാണ്, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ അവൈലബിൾ ഓൺലി ഫോർ സാലറീഡ് പേഴ്സൺ. പക്ഷേ ഇത് സെൽഫ് എംപ്ലോയീസിന് കിട്ടുന്നുണ്ട്. മിനിമം ഇൻകം പറയുന്നത് 25,000 രൂപയാണ്. അവരുടെ ഡോക്യുമെന്റ്സ് വേണ്ടത് പാൻ കാർഡ്, ആധാർ കാർഡ്, ഇൻകം പ്രൂഫ്, ഇതൊക്കെയാണ് മീൻസ് ഇൻകം പ്രൂഫായിട്ട് അല്ലെങ്കിൽ അവരുടെ ID പ്രൂഫായിട്ട് വേണ്ടത്. അപ്പൊ ഇതിൽ ഏകദേശം ഞാൻ ഈ ചെയ്ത സമയത്ത് ഏകദേശം 4,000-ന് മുകളിൽ ആൾക്കാർ അപ്ലൈ ചെയ്തു. 2,000 സംതിങ്ങുള്ള ആൾക്കാർക്ക് ഇത് അപ്രൂവൽ ആയിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും റിജക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇത് എന്താണ് നോക്കണമല്ലോ, ഇത് റിജക്ഷൻ വന്നിരിക്കുന്നതിന്റെ കാരണം എന്താണ് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ അപ്രൂവൽ ആയിരിക്കുന്നവർക്ക് മിക്കുള്ള ആൾക്കാർക്കും ഇതിന് മുമ്പേ ഒരു ലോൺ ഉണ്ടായിരുന്നു. അത് ട്രാക്ക് കറക്റ്റ് ആയിരുന്നു. ഓക്കെ, ചിലപ്പോൾ 2-3 സിബിലിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു ലോൺ കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നുവെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ലോൺ അപ്രൂവൽ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ അപ്രൂവൽ ആകാത്ത ഒരു 10-50ഓളം ആൾക്കാരെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഈ കാര്യം മനസ്സിലായത്. അപ്പൊ അവർക്ക് 2 ലോണിലായിരുന്നു, 2 ലോണിലും എന്താ പറയുന്നത് EMI ഡ്യൂ ബൗൺസോ ഉണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, കാർ ലോൺ ആയിക്കോട്ടെ, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ഹോം ലോൺ ആയിക്കോട്ടെ, ഓടി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ലോൺ കറക്റ്റ് ആയിട്ടാണ് ഇതുവരെക്കെങ്കിലും പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവർ തരുമെന്നാണ് ഞാൻ ഈ ഒരു സർവേയിൽ കൂടി മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത്, നിങ്ങൾ ആ ഒരു കമന്റ് സെക്ഷനിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സൂചിപ്പിക്കാം. പിന്നെ ഒരു 10-15 പേർക്ക് റിജക്ഷൻ ആയതിന്റെ കാരണം അവർ ഫിൽ ചെയ്ത സമയത്ത് വരുത്തിയ ആ ഒരു ബേസിക് മിസ്റ്റേക്സ് ആണ്. ഞാനത് വീഡിയോയിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ സാലറി ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ സാലറി എന്ന് തന്നെ കൊടുക്കുക. ചില ആൾക്കാർ സെൽഫ് എംപ്ലോയി എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ മോഡ് ഓഫ് സാലറി ത്രൂ ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഓൺലൈൻ എന്ന് തന്നെ കൊടുക്കണം. അതിൽ പല ആൾക്കാരും ചെക്ക് ബൗൺസ്, മീൻസ് ത്രൂ ചെക്ക്, ബൈ ഹാൻഡ് എന്നാണ്, ക്യാഷ് സാലറി ബൈ ഹാൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ റിജക്റ്റ് ആയ കുറെ കേസുകളുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ തുടക്കം മുതലേ പറയുകയാണ്, നിങ്ങൾക്ക് സാലറി കയ്യിലാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ സാലറി ത്രൂ ഓൺലൈൻ തന്നെ കൊടുക്കണം. ഓക്കെ, പിന്നെ ചില ആൾക്കാർക്ക് സാലറി സ്ലിപ്പ് ഒന്നും കിട്ടില്ല, HR തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് സാലറി സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സാലറി സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ എന്നോട് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിന് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്തതിൽ നമുക്ക് നോക്കാം. ഇപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലെങ്തി കൂടി പോകും. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ലോൺ ആപ്പിന്റെ മുമ്പ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ആൾക്കാർക്ക് ഈ ഒരു ലോൺ ആപ്പ് എന്തെങ്കിലും ഹരാസ്മെന്റ് ചെയ്ത് ഒരു ഫോട്ടോ അങ്ങ് അയച്ചു കൊടുത്താൽ പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ ഇറങ്ങി മുറ്റം വഴി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓടക്കമാണ് പണി. ഓടി ഓടി അവരുടെ ടെൻഷനും കൂടി BP-യും കൂടി എല്ലാം എന്താ പറയുക അങ്ങ് കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പൊ അതിൻ്റെ ഒന്നും കാര്യമില്ല. അതിപ്പോ ഞാൻ ഈ ഇടയ്ക്ക് 2-3 പേരോട് വിളിച്ചു, ഇതാണ് സംഭവം. നിങ്ങൾക്ക് ഇങ്ങനെ മോർഫിംഗ് പിക്ചേഴ്സ് വരുന്നെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും അടുത്ത ആ ഒരു ടൈമിൽ ചെയ്യാം. ഗവൺമെന്റ് ഭാഗത്തു നിന്ന് പുതിയ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ പുതിയ നിയമങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ ഫേക്ക് ലോൺ ആപ്പുകൾ നിരോധിക്കാൻ വേണ്ടി. മുമ്പ് അത് ബ്ലോക്ക് ചെയ്താണ് കുറച്ച് ആപ്പുകൾ, പക്ഷെ ഇപ്പോൾ വീണ്ടും അവർ പേര് മാറ്റി വന്നിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഫോട്ടോസ് വെച്ച് ആരെങ്കിലും ഈ ഫേക്ക് ലോൺ ആപ്പ് നിന്ന് എടുത്തിട്ട് നിങ്ങളെ മോർഫ് ചെയ്തെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അതിന്റെ സപ്പോർട്ടീവ് വീഡിയോസ് ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇപ്പൊ ഇന്ത്യയിൽ എല്ലാവർക്കും ഈ സംഭവം അറിയാം. നമ്മൾ എടുക്കുന്ന അവരുടെ വിശ്വാസം, അവരുടെ സിബിലാണ് നമ്മുടെ മോർഫ്ഡ് ഫോട്ടോസ്. കാരണം ഈ ഫേക്ക് ലോൺ ആപ്പ് സിബിലും കാര്യങ്ങളും ഒന്നും നോക്കില്ല. നമ്മുടെ ഫോട്ടോസ് ക്ലിയർ ആണെങ്കിൽ അവർ ലോൺ തരും. ഓക്കെ, പിന്നെ നമ്മൾ അടച്ചാലും അടച്ചില്ല എന്നുണ്ടെങ്കിലും, കാരണം ഞാൻ മുമ്പും പറഞ്ഞ കാര്യമാണ്, ഇതൊരു സിസ്റ്റമാറ്റിക് വ്യവസ്ഥയിലല്ല ഇതൊരു വർക്ക് ചെയ്യുന്നത്. ഇത് കുറച്ച് ഫ്രോഡ് ആൾക്കാർ ഇപ്പൊ നമ്മുടെ പൈസ പിന്നെ പറ്റിച്ചെടുക്കാൻ വേണ്ടി ഒരു കമ്പനി അല്ല, അവർ ചിലപ്പോൾ ഔട്ട്സൈഡ് ആയിരിക്കും വർക്ക് ചെയ്ത് നമ്മുടെ പൈസ നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ മോർഫ്ഡ് ഫോട്ടോസ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഫോട്ടോസ് അല്ല. നമ്മൾ ആർക്കെങ്കിലും അയക്കുമ്പോൾ നമ്മൾ അവർ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. ആദ്യമൊക്കെ ഇങ്ങനെ മോർഫ്ഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചതിക്കുഴിയിൽ വീഴുന്നവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കാം. അവരെന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഓടുകയോ ചാടുകയോ ഒന്നും തന്നെ വേണ്ട. നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുക, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. കാരണം ഇത് ചിലപ്പോൾ കാണുന്നവര് നമ്മളല്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ നമ്മൾ കോളേജ് മേറ്റ്സ്, ക്ലാസ്മേറ്റ്സ്, അങ്ങനെയുള്ള ആൾക്കാർ കാണും, ഫ്രണ്ട്സ് കാണും, ടീച്ചേഴ്സ് കാണും. അപ്പൊ അവരുടെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾ. കാരണം നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് പേര് വേണം. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ ചില ആൾക്കാർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, അവരോടൊന്നും നമ്മൾ പറയാൻ പോകണ്ട. കാരണം മനസ്സിലാക്കുക, ഇങ്ങനെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തു, നമ്മുടെ പൈസ ചോദിക്കുന്നുണ്ട്, പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോഫ്ഡ് ഫോട്ടോസ് വാട്സപ്പിൽ പ്രചരിപ്പിക്കുമെന്നാണ് പറയുന്നത് എന്നാണ്. അത് നിങ്ങളെ വാട്സപ്പ് അല്ലെങ്കിൽ ഒരു വാട്സപ്പ് എന്താ പറയുന്നത്, ആ ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രശ്നം പിന്നെ 80% ക്ലിയർ ആയി. പിന്നെ അത് പേടിച്ച് ഇത് ഫസ്റ്റിലേ എടുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഭയപ്പെടുന്നത്. നിങ്ങളത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്, സപ്പോർട്ടാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വന്ന കാര്യം, ആ ഒരു ലോൺ ആപ്പിൽ ബ്രൈഡ് ലോൺ ആണ് ചെയ്തത്, അതിന്റെ കാര്യം മറക്കണ്ട. എൻ്റെ ഒരു എന്താ പറഞ്ഞ ആ ഒരു സർവേയിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്, ഏതെങ്കിലും ഒരു ലോണ് ക്ലിയർ ആണെങ്കിൽ, ഇതുവരെ അടച്ചത് 6 മാസം ആയിക്കോട്ടെ 1 വർഷം ആയിക്കോട്ടെ, അടച്ചത് ക്ലിയർ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ലോൺ തരും എന്നാണ് എൻ്റെ 100% ഉറപ്പ്. കാരണം ഏറ്റവും കുറഞ്ഞ സിബിൽ സ്കോർ 300+ ആണ്. 300+ എന്നുള്ളത് ഞാനൊരു 350 പറഞ്ഞു. അപ്പോ പിന്നെ സാലറി ഉള്ളവർക്കും കിട്ടും, സാലറി ഉള്ളവർക്ക് നല്ല രീതിയിൽ കിട്ടും, സാലറി ഇല്ലാത്തവർക്ക് നോർമലി 5000 10,000 അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, താങ്ക് യു.